നമസ്കാരം. വായനക്കാർക്ക് ഉത്സവമായി മാറിയൊരു പുസ്തകം. വിശ്വസാഹിത്യത്തിലെ പ്രഗത്ഭനായ എഴുത്തുകാരനായിരുന്നു ദസ്തേവിസ്കി. ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന ബുക്ക് വായിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തിരഞ്ഞുപിടിച്ച് വായിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പഠനങ്ങളും വായിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് പെരുമ്പടം ശ്രീധരനെ കുറിച്ചാണ്. പെരുമ്പടം ശ്രീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദസ്തേവിസ്കി എന്ന എഴുത്തുകാരനോട് അദ്ദേഹത്തിന് ഭ്രാന്തമായൊരു ഇഷ്ടമായിരുന്നുവെന്ന്. അങ്ങനെ ആ ഇഷ്ടം ആരാധനയായി മാറുകയാണ്. ആ ആരാധനയിലൂടെ പിറന്നതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, ഒരു സങ്കീർത്തനം പോലെ. പീഡിതമായ ഹൃദയത്തിൻ്റെ ഉരുൾപൊട്ടലുകളും ഭൂകമ്പങ്ങളും ഇടിമുഴക്കങ്ങളും മൗനങ്ങളും പുനഃസൃഷ്ടിച്ച് ജീവിതത്തിൻ്റെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളുടെ ദിവ്യലാവണ്യം എന്താണെന്ന് കാണിച്ചു തന്ന പുസ്തകമാണ് ഒരു സങ്കീർത്തനം പോലെ. മദ്യപാനിയും ചൂതുകളിക്കാരനുമായി ജീവിതരേഖകളിൽ വന്ന ദസ്തേവിസ്കിയല്ല ശ്രീധരൻ സാറിൻ്റെ ഒരു സങ്കീർത്തനം പോലെ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദസ്തേവിസ്കി അനുഭവിച്ച പ്രക്ഷുബ്ധമായ മനസ്സാണ്. തോരാതെ പെയ്തിരുന്ന പെരുമഴയിൽ ഒരു പച്ചക്കാട് കത്തുന്ന പോലെ. ഈ വരികൾ പെരുമ്പടം ശ്രീധരൻ സാർ പറഞ്ഞതാണ്. ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അദ്ദേഹം അനുഭവിച്ച സംഘർഷങ്ങളെ ഇതിലും മനോഹരമായി വർണ്ണിക്കാൻ കഴിയില്ല. വിശ്വാസി പള്ളിയിൽ പോകുന്നത് പോലെയായിരുന്നു പെരുമ്പടം ശ്രീധരൻ സാർ ദസ്തേവിസ്കിയെ കാണാൻ ചെല്ലുന്നത്. ഇനി ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിൽ പെരുമ്പടം ശ്രീധരൻ സാർ പറയുന്നത്, ദ ഗാംബ്ലർ എന്ന പുസ്തകം എഴുതാനിരിക്കുന്ന ദസ്തേവിസ്കിയുടെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചാണ്. ആ മാനസിക സംഘർഷങ്ങളാണ് ഒരു സങ്കീർത്തനം പോലെ ഇത്രയും മനോഹരമാക്കുന്നത്. കഥ എന്താണെന്ന് വെച്ചാൽ, സ്റ്റെല്ലോവിസ്കി എന്ന പ്രസാധകൻ ദസ്തേവിസ്കിയോട് പറയുകയാണ്, നവംബർ 1 മുൻപായിട്ട് ദ ഗാംബ്ലർ എന്ന പുസ്തകം എഴുതി തീർക്കുക, അല്ലെങ്കിൽ ഇതുവരെ ദസ്തേവിസ്കി എഴുതിയ പുസ്തകങ്ങളും ഇനി 9 വർഷത്തേക്ക് എഴുതാൻ പോകുന്ന പുസ്തകങ്ങളും സ്റ്റെല്ലോവിസ്കിയുടെ ആയി തീരുമെന്ന്. ഈ ഒരു കരാർ അത്ര അപകടമാണെന്ന് അറിഞ്ഞിട്ടും ഈ കരാറിന് ദസ്തേവിസ്കി സമ്മതിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ദാരിദ്ര്യം തന്നെ. അങ്ങനെ ദസ്തേവിസ്കിയെ സഹായിക്കാനായിട്ടാണ് അന്ന എന്ന സ്റ്റെനോഗ്രാഫർ എത്തുന്നത്. അന്നയാകട്ടെ ഒരുപാട് സന്തോഷത്തിലാണ്. ഏറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനൊപ്പം സ്റ്റെനോഗ്രാഫറായി വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം. എന്നാൽ അവിടെ എത്തിയതിനു ശേഷമാണ് ദസ്തേവിസ്കി എന്ന മനുഷ്യനെ ആഴത്തിൽ മനസ്സിലാക്കുന്നത്. ദാരിദ്ര്യവും ദുരിതങ്ങളും മാത്രം നിറഞ്ഞ ദസ്തേവിസ്കിയുടെ ജീവിതം. അങ്ങനെ 3 ആഴ്ചക്കാലത്തെ ദസ്തേവിസ്കിയുടെയും അന്നയുടെയും ജീവിതമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിലൂടെ ശ്രീധരൻ സാർ പറയുന്നത്. ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു അന്ന എന്ന പെൺകുട്ടി ദസ്തേവിസ്കിയുടെ അരികിലെത്തിയത്. എന്നാൽ ദസ്തേവിസ്കിയുടെ സ്വഭാവം അല്പം പരുക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ദസ്തേവിസ്കിയും അന്നയും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ലായിരുന്നു. പക്ഷേ പതിയെ ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയാണ്. ഇവർ തമ്മിൽ ഏകദേശം 25 വയസ്സിൻ്റെ ഒരു പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെ സ്വഭാവത്തിന് അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുമുണ്ട്. ദസ്തേവിസ്കി ഈ നോവൽ എഴുതുന്ന വഴിയിലൊക്കെയും പലപ്പോഴായിട്ട് മദ്യപാനത്തിലൂടെ തിരിച്ചു പോകുന്നു. അപ്പോഴെല്ലാം നാം ശ്രദ്ധിക്കുന്നത് അന്ന എന്ന കഥാപാത്രം, അന്ന എന്ന പെൺകുട്ടി തിരികെ ആ നോവൽ എഴുതാൻ ദസ്തേവിസ്കിയെ സഹായിക്കുന്നതാണ്. ദസ്തേവിസ്കിയോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രമാണ് അന്ന. അന്നയുടെ ദൃഢനിശ്ചയം കൊണ്ട് മാത്രമാണ് ദസ്തേവിസ്കിക്ക് ഈ നോവൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഈ നോവലിലൂടെ തന്നെ ദസ്തേവിസ്കി ഇടയ്ക്ക് ദൈവത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ദസ്തേവിസ്കിയാണ് ചോദിക്കുന്നതെങ്കിലും ഈ ബുക്ക് വായിക്കുമ്പോൾ ഓരോ വായനക്കാരിലും ആ സംഘർഷങ്ങൾ വിങ്ങിപ്പൊട്ടുകയാണ്. അത്രത്തോളം യാതനകളും പീഡനങ്ങളും ദസ്തേവിസ്കി എന്ന മനുഷ്യൻ അനുഭവിച്ചു കഴിഞ്ഞു. ഒരു സങ്കീർത്തനം പോലെയാണ് ദൈവത്തിനോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരുപക്ഷെ അന്ന എന്ന പ്രണയിനി ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കാം മദ്യപാനത്തിലോട്ടും ചൂതുകളിലോട്ടും പോകുന്ന ദസ്തേവിസ്കി ഒരു ദിവസം മുൻപ് തന്നെ, അതായത് സ്റ്റെല്ലോവിസ്കി പറഞ്ഞ് ഒരു ദിവസം മുൻപ് തന്നെ ആ പുസ്തകം പൂർത്തീകരിക്കുന്നത്. അങ്ങനെ ആ പുസ്തകം പൂർത്തീകരിച്ച ശേഷം ഇവർ രണ്ടുപേരും, അന്നയും ദസ്തേവിസ്കിയും, സ്റ്റെല്ലോവിസ്കിയെ കാണാനായി യാത്ര തിരിക്കുന്നു. ആദ്യം സ്റ്റെല്ലോവിസ്കിയുടെ ഓഫീസിലാണ് എത്തിയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ സ്റ്റെല്ലോവിസ്കി ഇല്ല. സ്റ്റെല്ലോവിസ്കി മനഃപൂർവ്വം മാറിക്കളഞ്ഞു തന്നെയാണ്. കാരണം അദ്ദേഹത്തിനറിയാം, നോവൽ പൂർത്തിയാക്കിയാൽ പിന്നെ ഒരിക്കലും ദസ്തേവിസ്കി എഴുതിയ നോവലുകളോ ഇനി എഴുതാൻ പോകുന്ന നോവലുകളോ സ്റ്റെല്ലോവിസ്കിയുടെ ആവുകയില്ലെന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റെല്ലോവിസ്കി അവിടെ കണ്ടില്ല. അങ്ങനെ ഇവർ ഉടനെ കോടതിയിലെത്തി. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും കോടതിയിലെ സമയം കഴിഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ദസ്തേവിസ്കി ആകെ തളർന്നു. ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ ദസ്തേവിസ്കി പോലീസ് സ്റ്റേഷന് വെളിയിൽ നിൽക്കുകയാണ്. പക്ഷേ അന്ന ധൈര്യമൊട്ടും ചോരാതെ പോലീസ് സ്റ്റേഷനുള്ളിൽ ചെന്നു. പോലീസിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ പോലീസ് ചോദിച്ചത് ദസ്തേവിസ്കിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അപ്പോൾ അന്ന പറഞ്ഞു ഭാര്യയാണെന്ന്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റെസിപ്റ്റുമായി അന്ന പോലീസ് സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പോലീസ് സ്റ്റേഷന് വെളിയിൽ വന്നതിന് ശേഷം ദസ്തേവിസ്കി അന്ന നോക്കുന്നൊരു നോട്ടമുണ്ട്.
ആ നോട്ടത്തിലുണ്ട് എത്രത്തോളം ഗാഢമായിട്ടാണ് അന്ന ദസ്തേവിസ്കിയെ പ്രണയിക്കുന്നതെന്ന്. ഇത്ര മനോഹരമായ ഒരു നോവലാണ് പെരുമ്പടം ശ്രീധരൻ സാർ നമുക്ക് നൽകിയത്. വളരെ മനോഹരമായ പ്രണയമാണ് ദസ്തേവിസ്കിയുടെയും അന്നയുടെയും. പ്രണയിക്കുമ്പോൾ നാം ഒരിക്കലും ഒന്നിക്കില്ല എന്നറിഞ്ഞിട്ടും പ്രണയിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. പക്ഷേ ഈ കഥയിൽ നമ്മുടെ ദസ്തേവിസ്കിയും അന്നയും ഒന്നിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം 100ാം പതിപ്പും കഴിഞ്ഞ് പോകുകയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകം മലയാളികൾ എത്രത്തോളം സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന്. ഉത്കൃഷ്ടമായ കലാസൃഷ്ടി ഒരു വെളിപാടാണെന്ന് ഈ നോവൽ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. എത്ര പറഞ്ഞാലും ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു തീരാൻ കഴിയില്ല. ഈ പുസ്തകം എപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ ആദ്യം തേടുന്നത് 3ാം അധ്യായത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ്. ദസ്തേവിസ്കി അത്ര വികാര നിർഭരനായിക്കൊണ്ടാണ് ദൈവത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഓർത്തു നോക്കുമ്പോൾ എൻ്റെ കാര്യം മഹാകഷ്ടമാണ്. ദരിദ്രനും നിസ്സഹായനും പരാജിതനും ആർക്കും വേണ്ടാത്തവനുമായി ഞാൻ ഈ ജന്മം മുഴുവൻ കഴിയണമെന്നാണോ ദൈവം വിചാരിക്കുന്നത്? നിസ്സഹായനായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എത്രയൊക്കെ സഹിക്കേണ്ടി വരുന്നതിൻ്റെ യുക്തി എന്താണ്? എവിടെയും പരാജയപ്പെടുകയാണ് എൻ്റെ അനുഭവം. ഒടുവിൽ ഹൃദയത്തിൽ മുറിവുകൾ മാത്രം ബാക്കിയാകുന്നു. ഇതുപോലെ മനുഷ്യന്റെ മനസ്സിനെ അഗാധമായി നോവിക്കുന്ന ചോദ്യങ്ങളാണ് ദസ്തേവിസ്കി ദൈവത്തിനോട് ചോദിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള മനോഹരമായ പുസ്തകങ്ങൾ എഴുതട്ടെ. അനശ്വരതയെ സ്പർശിച്ചു നിൽക്കുന്ന ഒരു ഗിരിശിഖരത്തിന് സദൃശ്യം, ഒരു സങ്കീർത്തനം പോലെ. നന്ദി.